നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് പടിക്കൽ പമ്പ് ഹൗസിൻ്റെ ആ ഭാഗത്തേന്. അപ്പോൾ ഇന്ന് ആ ഭാഗത്തുനിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ അത് ചേളാരി അണ്ടർപാസിലേക്ക് പോകുന്ന അപ്രോച്ച് റോഡാണ്. അപ്പോൾ ഇവിടുത്തെ വർക്കുകൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളാണ്. അപ്പോൾ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡിവൈഡർ ഇവിടെ വെച്ചിട്ടുണ്ടാക്കല്ല, വേറെ കോഹിനൂറിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ അത് തമ്മിൽ യോജിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഇടുന്ന വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് നനച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമുക്കിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോകാം. പിന്നെ മേലെ ചേളാരി ഓവർപാസിൻ്റെ അടിയിൽ മുമ്പ് നമ്മൾ ചേളാരിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ ഓവർപാസിൻ്റെ സൈഡിലായിട്ട് ഒരു മണ്ണിടിഞ്ഞ ഭാഗം ഉണ്ടെങ്കിൽ ആ ഭാഗത്തെ വർക്കുകളൊക്കെ തീർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിലെ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ തീർത്തിട്ട് ചേളാരി ഓവർപാസിൻ്റെ വർക്കുകൾ ഏകദേശമൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കാണുക, ഞാൻ എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. കഴിഞ്ഞ വീഡിയോ കുളപ്പുറം മുതൽ പടിക്കല പമ്പ് ഹൗസിൻ്റെ അതുവരെയുള്ള വീഡിയോന്. അതിന് മുമ്പത്തെ വീഡിയോ നമ്മുടെ കർണാടക കേരള അതിർത്തിയായ തലപ്പാടി മുതൽ കാസർഗോഡ് വരെയുള്ള വീഡിയോന്. അപ്പോൾ അത് രണ്ടും കാണാത്തവർക്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് കാണാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓവർപാസിൻ്റെ ഇവിടുത്തെ താഴത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ഇടത് ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. അവിടുത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ ഭാഗത്ത് വരുന്ന വലിയ രണ്ട് വളവുകളാണ്. ഒന്ന് പാണമ്പ്ര വളവും രണ്ടാമത്തെ കാക്കഞ്ചേരി വളവും. അപ്പോൾ ആ രണ്ട് വളവുകളും വർക്കുകൾ ഏകദേശമൊക്കെ കാക്കഞ്ചേരി വർക്കുകൾ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ്. പാണമ്പ്ര അണ്ടർപാസിൻ്റെ വർക്കുകളും അതേപോലെ തന്നെ മണ്ണിട്ടുയർത്തുന്ന വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും മുറിച്ച് കിടക്കാൻ ചെറിയ സംവിധാനങ്ങൾ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ചില ഭാഗത്തൊക്കെ വർക്കുകൾ കുറച്ച് സ്ലോ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് പാണമ്പ്ര വളവ് അതേപോലെ തന്നെ കാക്കഞ്ചേരി വളവിലൊക്കെ കാഴ്ചകളൊക്കെ കാണാം. അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കെ എൻ ആർ സിനോട് നമുക്കുള്ളൊരു എതിർപ്പ് എന്താണെന്ന് വെച്ചാൽ പോലെ പണിയൊക്കെ നല്ല വേഗതയിലാണ്, നല്ല ഫിനിഷിങ്ങിലൊക്കെ ഓക്കെയാണ്. പക്ഷേ ചേളാരി വെന്നിയൂർ പോലത്തെ ഭാഗങ്ങളിൽ കുറച്ചുകൂടെ വർക്കുകൾ സ്പീഡ് കൂട്ടിയിട്ട് ഇവിടുത്തെ ഗതാഗതക്കുരുക്കിനൊരു പരിഹാരം കാണാൻ കെ എൻ ആർ സിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ചേളാരിക്ക് അവർ ആദ്യ റോഡ് ഓപ്പൺ ഇപ്പോൾ വർക്കുകൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ തുടങ്ങുമ്പോൾ തന്നെ ആ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ തീർത്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ചേളാരിയിൽ ഗതാഗതം സുഖമായിരുന്നു. എന്തായാലും അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി അനുഭവിക്കേണ്ടതൊക്കെ എല്ലാവരും അനുഭവിച്ച് കഴിഞ്ഞ് നല്ല രീതിയിലുള്ള ബ്ലോക്കാണ് എപ്പോഴും കാക്കഞ്ചേരി ചേളാരി വെന്നിയൂർ പോലത്തെ സ്ഥലങ്ങളിൽ അനുഭവപ്പെടുന്നത്. ശബരിമല സീസണിൻ്റെ മുമ്പ് നവംബർ 15 ഇവിടെ തുറന്നു കൊടുക്കുന്നൊക്കെ അന്ന് ഇതിൻ്റെ സൂപ്പർവൈസർമാരൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. എന്തായാലും ശബരിമല സീസണൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഇപ്പോൾ മേലെ ചേളാരി ഓവർപാസ് ആയാലും പാണമ്പ്ര അണ്ടർപാസ് ആയാലും ഈ ഫസ്റ്റത്തെ DPR അലൈൻമെൻറ്റിൽ ഇല്ലാത്ത സംഭവങ്ങളാണ്. അതൊക്കെ പിന്നീട് സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് പരിഗണിച്ച് കൊടുത്ത സംഭവങ്ങളാണ്. അപ്പോൾ അവരുടെ വർക്കിൻ്റെ ടൈമും അതിൻ്റെ ഷെഡ്യൂളൊക്കെ മാറാൻ ഇതൊക്കെ ഒരു കാരണമായി കാണും. എന്തായാലും ഇപ്പോൾ പാണമ്പ്രയൊക്കെ നല്ല രീതിയിലാണ് വർക്കുകൾ മുന്നോട്ട് പോകുന്നത്. പാണമ്പ്ര വളവിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. 50ൻ്റെ മുകളിൽ ആളുകൾ മരിച്ചൊരു വളവാണ് പാണമ്പ്ര വളവ്. അപ്പോൾ പല സ്ഥലത്തും വളവ് കൂടിയപ്പോൾ വലിയ രീതിയിൽ വളവുണ്ടായിരുന്ന പാണമ്പ്രയിൽ പൂർണ്ണമായിട്ടും വളവില്ലാതെ ഇത്ര ലെവലിൽ ഇത്ര അടിപൊളിയായിട്ട് ഒരേ ലെവലിൽ മുന്നോട്ട് പോകുന്ന ഒരു അണ്ടർപാസ് ഈ ഒരു റീച്ചിൽ ഉണ്ടോയെന്ന് തന്നെ സംശയം. അത്ര ലെവലിലാണ് പാണമ്പ്രത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം. അത് നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണാം, മുകളിലേക്കൊക്കെ. അപ്പോൾ ഇതാണ് ഈ പള്ളിൻ്റെ ഭാഗം, നമ്മൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ഭാഗമാണിത്. പിന്നെ അണ്ടർപാസിൻ്റെ മുകളിലേക്ക് കയറിയാലാണ് നമുക്ക് അപ്പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. അപ്പുറത്ത് മണ്ണിട്ടിട്ട് ഏകദേശമൊക്കെ ഉയരത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ എത്ര ലെവലിലാണ് ഇവിടുത്തെ പാണമ്പ്രന് ഏറ്റവും വലിയ വളവുള്ളത്. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ഭാഗം ഈ അണ്ടർപാസിൻ്റെ ഭാഗത്താണ് നമ്മുടെ നടൻ ജഗതി ശ്രീകുമാർ ആക്സിഡൻ്റായ ഭാഗം. ഇവിടുന്ന് ഇനി പഴയ ഡിവൈഡർ തുടങ്ങിയിരുന്നത്. അപ്പോൾ ഇപ്പം മുന്നോട്ട് നോക്കുമ്പോൾ പഴയ വളവ് കാണാം, വാഹനങ്ങളിങ്ങനെ വരുന്നത്. നല്ല കറക്റ്റ് ഒരു സ്കെയിൽ വെച്ച പോലെയാണ് പാണമ്പ്രത്തെ ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് അണ്ടർപാസ് നിൽക്കണം കേട്ടോ. വളവ് പറ്റില്ലാതായി.
ഇത് നമ്മൾ കോട്ടക്കൽ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന സർവീസ് റോഡാണ്. ഇപ്പോൾ ഈ ഭാഗമൊന്നും പഴയ കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും ചിന്തിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടണില്ല കേട്ടോ. ഇത് ചേളാരി ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ അത് കണ്ടോ, ഒരേ ലെവലിലാണ് അപ്രോച്ച് റോഡ്, അണ്ടർപാസൊക്കെ. ചേളാരി ആയാലും പഠിക്കലായാലും പിന്നെ നമ്മുടെ ഇടിമീക്കലായാലും ഒക്കെ ഒരു തിരിഞ്ഞാൽ നിൽക്കുക എല്ലാ സ്ഥലത്തും. പക്ഷെ ഇവിടെ നേരെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നേരെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ മാത്രമേ കാണിക്കണുള്ളൂ, അല്ലാത്ത ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി വിടും. ഇപ്പോൾ കോഹിനൂർ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു 2-3 വീഡിയോയിൽ കാണിച്ചതാണ്. അതിന് പിന്നീട് അവിടെ കാര്യമായിട്ട് വർക്കുകളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ അത് ഒരു ആവർത്തന വിരസതാവും. അപ്പോൾ യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ അതിർത്തി പ്രദേശമായ ഇടിമുഴിക്കൽ വരെ ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇനി എന്തോ ഒരു അണ്ടർപാസ് എന്തോ വരാനുള്ള സാധ്യത നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇവിടെ പ്ലാങ്കുകളൊക്കെ കാണാം ചെറിയ അണ്ടർപാസിനുള്ള. എന്നാലും ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ ഒരു സംവിധാനങ്ങൾ വരാനുള്ള സാധ്യത ഇവിടുത്തെ വർക്കുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ ഭാഗത്തെത്തുമ്പോൾ ഇതിൻ്റെ അടിയിൽ വലിയൊരു കൾവർട്ട് ഉണ്ട്. അതേപോലെ തന്നെ ആ കൾവർട്ടിലേക്ക് മഴവെള്ളം എത്തിക്കാൻ മെയിൻ റോഡിനും ഡ്രെയിനേജ് ഉണ്ട്, അതേപോലെ തന്നെ സർവീസ് റോഡിനും ഡ്രെയിനേജ് ഉണ്ട്. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 ഭാഗത്തും മെയിൻ റോഡിന് ഡ്രെയിനേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ചെട്ടിയാർമാട് ആ ഓവർപാസിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഡ്രെയിനേജ് ആയിരിക്കണം ഈ വലിയ കൾവർട്ടിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കുകൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇഷ്ടം പോലെ മണ്ണ് ഇനിയും KNRCക്ക് എടുക്കാണ്ട്, കാക്കഞ്ചേരി വളവുന്ന്. അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ മണ്ണെടുക്കാനുള്ള ഭാഗങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ. പിന്നീട് ഈ അണ്ടർപാസിൻ്റെയും ഓവർപാസിൻ്റെയും സമരങ്ങളൊക്കെ കാണിക്കുന്ന വീഡിയോയിൽ പല ആളുകളും അത് എല്ലാ ഭാഗത്തും ഇങ്ങനെ അണ്ടർപാസും ഓവർപാസും വേണമെന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കലുണ്ട്. കാരണം കേരളം എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്റ്റേറ്റുകളെ പോലല്ല. കേരളം NHൻ്റെ സൈഡിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ടൗണും നല്ല രീതിയിൽ ജനസാന്ദ്രത ഉള്ളൊരു സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ റോഡ് മുറിച്ച് കിടക്കുക എന്നുള്ളത് ജനങ്ങളെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ ആളുകളെ ആവശ്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ന്യായം. അതുകൊണ്ടാണ് അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാക്കഞ്ചേരിക്കും ചെട്ടിയാർമാടിനും ഇടയിൽ ഒരു അണ്ടർപാസിനുള്ള ആവശ്യം ഒരു സമരമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വർക്കുകൾ താൽക്കാലികമായിട്ട് കുറച്ച് ഭാഗത്ത് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു മുറിച്ചടക്കാനുള്ള സംവിധാനം ഇല്ലഞ്ഞാൽ അതൊക്കെ നല്ല ഒരുപാട് ജനങ്ങൾ ജീവിക്കണം. ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലെങ്കിലും ഇപ്പോൾ നമ്മൾ ഇരുമ്പുചോല കണ്ടല്ലോ, അതേപോലുള്ള മുറിച്ച് കിടക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ്. അതല്ല, അത് അവരുടെ അവകാശമായിട്ടാണ് നമ്മൾ കാണേണ്ടത്.
ഇവിടുന്ന് പിന്നീട് ഈ കാക്കഞ്ചേരി ഓവർപാസിന് മണ്ണെടുത്ത് താഴ്ത്തുന്ന ഭാഗം വരെ കുറച്ച് റോഡ് പൊങ്ങിയിട്ടാണ് പോണത്. അപ്പോൾ ഈ പൊങ്ങിയിട്ട് പോകുന്ന ഭാഗത്ത് ഒരു അണ്ടർപാസ്, ചെറിയ രീതിയിലുള്ള അണ്ടർപാസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അലൈൻമെൻറ്റിലോ ഒന്നും മാറ്റം വരാതെ തന്നെ കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെന്തായാലും കൊടുക്കാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കാണാൻ കഴിയും, അവിടെ വർക്കുകൾ നിർത്തിവെച്ചായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തി വന്നിട്ട് പിന്നീട് അതപ്പോൾ ബൈക്കുകളൊക്കെ റോഡ് മുറിച്ച് കിടക്കുന്നുണ്ടല്ലോ ആ ഭാഗം, ഇങ്ങോട്ട് പറയാം ഇങ്ങോട്ടൂർമാട് എന്നാണ്. അപ്പോൾ അവിടുത്തെ ഒരു സമരമൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിന്. അപ്പോൾ അവിടെ വരാൻ തന്നെയാണ് സാധ്യത, അതുകൊണ്ടായിരിക്കും അവിടെ മണ്ണിട്ട് ഉയർത്താത്തത്. പിന്നീട് ഇപ്പോൾ കാക്കഞ്ചേരിയും അതേപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകൾ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഓവർപാസിൻ്റെ അടിയിലൂടെയാണ് പോവാറ്, എന്നാൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് പോവാണ്. കാരണം കണ്ട് മടുത്ത കാഴ്ചകളാണ് ഒക്കെ. പിന്നീട് ഇപ്പോൾ കാക്കഞ്ചേരിന്ന് പിന്നീട് റോഡ് വരാനുള്ള ഭാഗമായിട്ടത്. കാക്കഞ്ചേരി വളവിൻ്റെ ആദ്യ വളവ് ഒഴിവാക്കാനുള്ള ഭാഗമാണ്. അപ്പോൾ ഇവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ വലിയൊരു കൾവർട്ടും. നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ഉയർത്തിയാൽ ഇവിടെ നിലവിലുള്ള റോഡിനോട് ഏകദേശമൊക്കെ പൊങ്ങി വരുള്ളൂ. പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് ഇതപ്പോൾ സർവീസ് റോഡിൻ്റെ ടാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ആ സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനം ഞങ്ങളുടെ ബൈക്കായിരിക്കും. അങ്ങനെ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ടാറിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അടുത്ത ടാറിങ്ങിൻ്റെ സൈറ്റിലേക്ക് പോകുന്ന ബൈക്ക് ഒരു ഫോട്ടോ എടുക്കണം, അത് യൂട്യൂബിൽ ഇടണം എന്നൊക്കെ ഒരു ആഗ്രഹം അറിയിച്ചു. അങ്ങനെ ബായിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്ത് അങ്ങനെ അവരെ വീട്ടുകാർക്കൊക്കെ ചാനൽ കാണാൻ വേണ്ടി അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. കേരളത്തിനെ പറ്റി വളരെ നല്ല അഭിപ്രായം പറഞ്ഞു, ഇവിടുത്തെ കാലാവസ്ഥനെ പറ്റി പറഞ്ഞു. ഭായിമാരൊക്കെ ഹാപ്പി കേട്ടോ കേരളത്തിൽ ജോലി ചെയ്യുന്ന കാര്യത്തിൽ. അങ്ങനെ അവരെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും പുതിയ സർവീസ് റോഡിന് ചൂടാറിയിട്ടില്ല കേട്ടോ സർവീസ് റോഡ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ നമ്മൾ ചർച്ച ചെയ്ത് പാണമ്പ്ര വളവ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്ന ഈ ഭാഗത്തൊരു വളവായിരുന്നു കാക്കഞ്ചേരി വളവ്. അപ്പോൾ ആ രണ്ട് വളവും പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ സർവീസ് റോഡ് കടന്നു പോകുന്നത്. സർവീസ് റോഡിന് സമാന്തരമായിട്ട് പ്രധാന ഹൈവേയും കടന്നു പോകുമ്പോൾ നമുക്ക് കാക്കഞ്ചേരി വളവും ഇനി ഓർമ്മയാകും. 80കളിൽ ഇവിടെ ഒരു ബസ് മറിഞ്ഞൊരു ചരിത്രം ഞാനിപ്പം മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്താണ് ഒരു സുബൈദ ബസ്സോ അങ്ങനെ ഒരു ബസ് മറിഞ്ഞിട്ടന്ന് 4 പേര് മരിച്ചിരുന്നു. അന്ന് പിന്നീടൊരു മാപ്പിള പാട്ടുണ്ടാക്കുന്ന ഒരു ടീം അന്ന് ആ ബസ് അപകടത്തെ പറ്റി ഒരു പാട്ടുണ്ടാക്കിയതൊക്കെ ഓർമ്മയുണ്ട്. അന്ന് 4 ആൾ മരിക്കുന്ന അപകടം എന്നൊക്കെ പറഞ്ഞാൽ ബസ് മറിഞ്ഞിട്ട് 4 ആൾ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അന്നൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലമാണ് ആളുകളെ അപകട മരണങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ആ വളവും ഇനി കാക്കഞ്ചേരി വളവും ഓർമ്മയാകുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ സ്പിന്നിംഗ് മില്ല് ഓവർപാസിൻ്റെ അടിയിലൂടെ വർക്കുകൾ ഇപ്പോൾ നല്ല രീതിയിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പല ആളുകളും അക്ഷരത്തെറ്റ് വാക്കുകളിൽ ചൂണ്ടിക്കാണിച്ച് തരാറുണ്ട്. അത് പൊതുവെ ഞാനത് നന്നാക്കാൻ ശ്രമിക്കാറില്ല. പിന്നെ ഭാഷ കുറച്ച് കൈകാര്യം ചെയ്യാൻ കുറച്ച് കഴിവ് കുറവുള്ള ആളാണ് ഞാൻ. പിന്നെ നിങ്ങളെപ്പോലൊക്കെ തന്നെ ഒരു സാധാരണ ആളാണ്. നമ്മൾ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന റോഡിൻ്റെ വിവരങ്ങൾ വെച്ചിട്ട് നിങ്ങളോട് ഇങ്ങനെ പറയാമെന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെക്കാളൊക്കെ ഈ വീഡിയോ കാണുന്ന
നമ്മളെക്കാളൊക്കെ ഭയങ്കര ഒരു വിവരമുള്ള ആളോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കംപ്ലീറ്റ് ഗവേഷണം നടത്തിയ ആളൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ള നിങ്ങളേലും എളിയവനായ ഒരാൾ എന്നുള്ള ഇതിൽ തെറ്റുകൾ ക്ഷമിക്കുക. നമുക്ക് കൂടുതലും സംസാരത്തിലേറെ നമ്മൾ കാണിക്കുന്ന വീഡിയോകളിലെ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമുക്ക് കിട്ടുന്ന പല വിവരങ്ങളും പല സമയത്തും തെറ്റാവാറുണ്ട്, പല കാര്യത്തിലും തെറ്റിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഈ സൈറ്റ് എഞ്ചിനീയർമാരോട് ആരോടെങ്കിലും ചോദിച്ചിട്ടാണ് നിങ്ങളോട് പറയുക. പിന്നീട് 2-3 മാസം കഴിയുമ്പോൾ അവർ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ കാണുക. ഇപ്പോൾ ആർക്കാലും ഈ റോഡ് കടന്നു പോകുന്ന പ്രദേശത്തുള്ള ആളുകൾക്ക് പോലും ഈ റോഡിനെ പറ്റിയൊരു വ്യക്തമായിട്ടൊരു ഐഡിയ അന്ന് മുതൽ ഇന്ന് വരെ ഇല്ല. അതുകൊണ്ട് അതുപോലെ കിട്ടുന്ന വിവരങ്ങളൊക്കെയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതിലെന്തെങ്കിലും ചെറിയ തകരാറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിരുപാധികം ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ പഴയ മാരിയമ്മൻ അലുവ ബസാറിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇന്നിപ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. കാരണം ഇവിടെയൊക്കെ ടാറിങ്ങിൻ്റെ ആദ്യഘട്ട വർക്കുകൾ കഴിഞ്ഞിട്ട് കുറേ സമയമായി. ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് 3 വരി തുറന്നു കൊടുത്തിട്ട് 1.5 മാസത്തോളമായി, 2 മാസത്തോളമായി. ഈ ഭാഗത്ത് 3 വരിൻ്റെ ടാറിങ്ങിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഏതാനും ദിവസങ്ങളിൽ തന്നെ ഇവിടെ ടാറിങ് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഇനി സർവീസ് റോഡ് വഴിയാവും തിരിച്ചുവിടുക. ഈ ആഴ്ച തന്നെ അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മൾ പൊന്നാനി മുതൽ കാസർഗോഡ് വരെ വർക്കുകൾ കണ്ട ഒരു കാര്യം വെച്ച് പറയുകയാണെങ്കിൽ KNRCയെ പോലൊരു കമ്പനി മലപ്പുറം ജില്ലയിലെ 2 റീച്ചിന് കിട്ടിയത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കോഴിക്കോട് ബൈപ്പാസ് തുടങ്ങി. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.